ജ്യോതിഷമാലയത്തിൽ അടുത്തതായി പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ ജയകൃഷ്ണൻ എസ് വാര്യരാണ്. തീർച്ചയായും ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിലും ജ്യോതിഷത്തിലും വാസ്തുവിലുള്ള വിശ്വാസം പണ്ടത്തെക്കാളേറെ കൂടുതലായിട്ടാണ് ഉള്ളത് എന്ന് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു വിശ്വാസം ചെറുപ്പക്കാർക്കിടയിൽ കൂടുതലായി വരുവാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കാം? പ്രധാനമായിട്ടും ആ ശാസ്ത്രത്തിൻ്റെ ശുദ്ധിയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഏത് ശാസ്ത്രവും നിലനിൽക്കുന്നത് ആ ശാസ്ത്രം കാലത്തിന് യോജിച്ചതാണോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് മാത്രം. കാലത്തിന് യോജിച്ച ശാസ്ത്രങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കാലം തള്ളിക്കളയും. നമ്മുടെ ചരിത്രം മൊത്തം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. കാലാതീതമായിട്ട് നിലനിൽക്കുന്നത് ശാസ്ത്രമാണ്. എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ശാസ്ത്രം നിലനിൽക്കും. അപ്പോൾ അത് കേവലം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് മാത്രമുള്ള കാര്യമല്ല. മറ്റു പല വാസ്തുശാസ്ത്രവും ജ്യോതിഷത്തിനും ഇന്ന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും വന്നുകൊണ്ടിരിക്കുന്നു. അഭ്യസ്തരവിദ്യരായിട്ടുള്ള ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുടെ ഇടയിൽ പോലും ഇത്തരത്തിലുള്ള കൂടുതൽ പ്രചാരം സിദ്ധിച്ചിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അത് വസ്തുതാപരമാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്ന, കാലത്തിനനുസൃതമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ ഇതിന് സ്വാധീനം ഉണ്ടാവാൻ കാരണം ഈ ശാസ്ത്രത്തിൻ്റെ ശുദ്ധി തന്നെയാണ്. പ്രധാനമായിട്ടും ഈ ശാസ്ത്രം, ഇത് ശാസ്ത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇതിന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവും വർദ്ധിച്ചിരിക്കുന്നത്. നമുക്ക് അനുഭവത്തിൽ നിന്നാണ് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പുസ്തകങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല, അവരവരുടെ ജീവിതത്തിലെ പല പല പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ആശ്രയിക്കാവുന്നത് എന്നിന്ന് സമൂഹം മൊത്തത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള വ്യതിയാനം സഞ്ചരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാലത്തിന് മാറ്റമുണ്ടായി. വിശേഷമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് മീഡിയകളുടെ കടന്നുവരവ്, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ സംവിധാനങ്ങളുടെ കടന്നുവരവ് തുടങ്ങിയതായിട്ടുള്ള മേഖലകളുടെ വരവോടുകൂടി ലോകം മുഴുവൻ ഏത് നിമിഷവും നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു കാഴ്ച നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രത്യേകമായിട്ട് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ധാരാളം പ്രതിസന്ധികളെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സമയത്ത്, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളത് എന്താണ്, ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്, ആരെയാണ് ആശ്രയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന് കൂടുതൽ പ്രസക്തി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങൾക്കും വഴങ്ങാതെ യാതൊരു തരത്തിലുള്ള പ്രേരണ പൊതുവേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഈ ജ്യോതിഷത്തിനും വാസ്തുവിദ്യയ്ക്കും എതിരായിട്ടുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരിക്കെ പോലും ഇത്തരത്തിലുള്ള സൈറ്റുകൾ സന്ദർശിക്കാൻ, അതുകൊണ്ട് സൈറ്റുകളുടെ എണ്ണം നെറ്റിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉള്ളത് വാസ്തുവിദ്യയ്ക്കും ജ്യോതിഷത്തിനുമാണ്. അപ്പോൾ ആ തരത്തിലുള്ള സൈറ്റുകളെ സന്ദർശിക്കാനും അത്തരത്തിലുള്ള പ്രശസ്തരും വിശ്വസ്തരുമായിട്ടുള്ള ആളുകളെ സ്വീകരിക്കാനും വേണ്ടിയിട്ട് പൊതുസമൂഹവും പ്രത്യേകിച്ച് അഭ്യസ്തരവിദ്യരായിട്ടുള്ള ആൾക്കാർ, ചെറുപ്പക്കാർ ഇവരൊക്കെ ആശ്രയിക്കുന്നു എന്നുള്ളത് തന്നെ ഈ കാലഘട്ടത്തിലുള്ള അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചിട്ടാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഈശ്വര ഉപാസനയിലൂടെ എങ്ങനെ അകറ്റാമെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. വിവാഹ തടസ്സം, സന്താന തടസ്സം, വിദ്യാ തടസ്സം, യാത്രാ തടസ്സം, എങ്ങനെ തടസ്സങ്ങൾ പല വിധേനയും അനുഭവപ്പെടാറുണ്ട്. ഇതിന് കാരണങ്ങൾ ചിന്തിക്കുമ്പോൾ മുൻജന്മ പാപം, ശാപദാഹ ദുരിതം, ദേവതാ കോപം, ശത്രുദോഷം, ആഭിചാരക്രിയകൾ, വിളിദോഷം, ദൃഷ്ടിദോഷം ഇവയെല്ലാം ഇതിനൊക്കെ കാരണങ്ങളാണ്. തടസ്സങ്ങൾ പല രീതിയിലാണെങ്കിലും സന്താന തടസ്സത്തെക്കുറിച്ച് പറയുമ്പോൾ സന്താന തടസ്സം ജാതകവശാലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജാതകത്തിൽ സന്താന തടസ്സം വന്നാൽ അതിന് നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് പരിഹാരം പ്രശ്നവശാൽ എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കി അതിന് നമ്മൾ തക്ക പരിഹാരം ചെയ്ത് ആ ദോഷം തീർക്കേണ്ടതാണ്. സന്താന സ്ഥാനം പുരുഷജാതകത്തിൽ സന്താന സ്ഥാനം നിർണ്ണയിക്കുന്നത് 5-ാം ഭാവം കൊണ്ടും സ്ത്രീ ജാതകത്തിൽ 9-ാം ഭാവം കൊണ്ടുമാണ് സന്താന നിർണ്ണയം ചിന്തിക്കുന്നത്. ഈ സ്ഥാനാധിപന്മാർക്ക് മൗഢ്യസ്ഥിതി, നീചസ്ഥിതി, ബലഹാനി, പാപഗ്രഹയോഗം, അനിഷ്ടസ്ഥാനസ്ഥിതി ഇവ വന്നാൽ സന്താനത്തിന് തടസ്സം വരുന്ന സ്ഥിതിഗതികളാണ്. അതുപോലെ തന്നെ മറ്റു തരത്തിൽ പ്രശ്നവശാൽ ചിന്തിക്കുമ്പോൾ പൂർവിക ശാപം, പിതൃശാപം, ബാലശാപം, മാതൃശാപം,
അതുപോലെ ദേവതാ കോപം, ശാപാദികൾ, മുഞ്ചമ്മ പാപം, ഇതും പിന്നെ രക്ഷസിൻ്റെ കോപം, മൂർത്തി കോപം, ഇങ്ങനെയുള്ള കോപങ്ങൾ കൊണ്ടും കുലദൈവങ്ങളുടെ ദോഷം കൊണ്ടുമെല്ലാം സന്താനങ്ങൾക്ക് തടസ്സം വരാം. സന്താന തടസ്സത്തിന് പരിഹാരം എന്ന് പറയുമ്പോൾ സർപ്പദോഷം കൊണ്ടും സന്താനലബ്ധി കുറഞ്ഞു പോകുന്നു. സന്താനസ്ഥാനത്ത് സർപ്പൻ നിൽക്കുകയും ആ സർപ്പന് ശുഭ ദൃഷ്ടി വരാതിരിക്കുകയും ചെയ്താലും സന്താനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. സർപ്പബലി ചെയ്ത് സർപ്പദോഷം തീർക്കുന്നതും ഒരു സന്താനലബ്ധിക്ക് അനുകൂലമായ കാര്യമാണ്. അതുപോലെ തന്നെ ശിവപാർവതി സമേതനായുള്ള അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും ശിവപ്രാധാന്യമുള്ള മൃത്യുഞ്ജയമൂർത്തി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ കാലമൂർത്തി ക്ഷേത്രത്തിലും എല്ലാം വഴിപാട് നടത്തുന്നത് സന്താനലബ്ധിക്ക് അനുകൂലമാണ്. സന്താന ഗോപാല മന്ത്രം ജപിച്ച് പുരുഷന് സുമാരകൃത നെയ്യിലും സ്ത്രീക്ക് പലസർപ്പ നെയ്യിലും സേവിക്കുന്നതും ഉത്തമമായ കാര്യമാണ്. ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ശിവപാർവതി സമേതനായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും എല്ലാം സന്താനലബ്ധിക്ക് അനുകൂലമായ കാര്യങ്ങളാണ്. ഈശ്വര പ്രാർത്ഥന നടത്തുന്നതും അതുപോലെ തന്നെ സന്താന ഗോപാല മന്ത്രം ധരിക്കുന്നതും സന്താനലബ്ധിക്ക് അനുകൂലമായ കാര്യമാണ്. യൗവനയുക്തരായി നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് യഥാസമയങ്ങളിൽ വിവാഹം നടക്കാതെ വരുമ്പോൾ മാതാപിതാക്കളെ വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നം ആയതുകൊണ്ട് തക്കതായ പരിഹാരം ചെയ്ത് ഇതിന് പോംവഴി കാണേണ്ടതാണ്. വിദ്യാതടസ്സത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ജാതകത്തിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന വിദ്യ തന്നെ അഭ്യസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമാണ്. കാരണം പല ജാതകങ്ങളിലും പലതരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ വിലയിരുത്തുന്നത്. കർമ്മസ്ഥാനത്തെ ആസ്പദമാക്കി ഒരാളുടെ കർമ്മം ഏതാണെന്നും അതിനെ ആസ്പദമാക്കി വിദ്യാഭ്യാസം ചെയ്യുന്നതും ഉത്തമകരമായിരിക്കും. ഉദാഹരണത്തിന് കർമ്മസ്ഥാനത്ത് ശുക്രൻ സ്വക്ഷേത്ര ബലത്തിൽ മാളവ്യയോഗം ഭവിച്ച് നിൽക്കുമ്പോൾ ആ ആളിന് കലാപരമായ കാര്യങ്ങളിലാണ് വാസന ഉണ്ടാകുന്നത്. അങ്ങനെ കലാപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അല്ലാതെ ആ ആളിന് മറ്റൊരു തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആ ആളിന് അതിൽ വിജയിക്കാൻ കഴിയാതെ വരികയും അവർക്ക് വിദ്യയ്ക്ക് ഭംഗം സംഭവിക്കുന്ന അവസ്ഥയും വരാം. പൊട്ടിയെ ഡാൻസ് പഠിപ്പിക്കുന്നത് മാതിരിയായിരിക്കും അവരുടെ വിദ്യാഭ്യാസ രീതി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന ഒരു വിഷയമാണ് രോഗങ്ങൾ. പണക്കാരൻ മുതൽ ദരിദ്രൻ വരെ, കുട്ടികൾ മുതൽ വാർദ്ധക്യാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ വരെ എല്ലാവരെയും ഈ ലോകത്തിൽ സമാനത ഈശ്വരൻ കൊടുത്തിരിക്കുന്നത് രോഗങ്ങളുടെ കാര്യത്തിലാണ്. എല്ലാവരെയും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥ എപ്പോഴെങ്കിലും അനുഭവപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. എന്താണ് രോഗങ്ങൾ? ഈ രോഗങ്ങൾക്ക് അടിസ്ഥാന കാരണമെന്താണ്? എങ്ങനെ നമുക്ക് രോഗവിമുക്തമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ മാന്യ പ്രേക്ഷകർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ജലദോഷം തൊട്ട് അർബുദം വരെയുള്ള രോഗങ്ങൾ ചില ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും പിടികൂടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില രോഗങ്ങൾക്ക് എളുപ്പം ചികിത്സകൾ നേടി ആ രോഗവിമുക്തരാവുകയും ചില രോഗങ്ങൾ ദീർഘകാലം മരുന്ന് കഴിച്ച് ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ മരുന്ന് കഴിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചില രോഗങ്ങളാവട്ടെ രോഗമെന്തെന്ന് വെളിപ്പെടുത്താതെ മരണത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥ നാം പലപ്പോഴും കാണാറുണ്ട്. രോഗങ്ങൾക്ക് കാരണം വിവിധങ്ങളായിരിക്കുന്ന അണുക്കളാണെന്നും
അവയെ നശിപ്പിക്കാനുള്ളതായിരിക്കുന്ന ശുചീകരണ പ്രവൃത്തികൾ വേണമെന്നും നാം നിരന്തരം കേൾക്കാറുള്ളതാണ്. എന്നാൽ എല്ലാവിധ ശുചീകരണ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കും ആരോഗ്യ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നവർക്കും രോഗങ്ങളുണ്ടാവാറുണ്ട്, രോഗങ്ങൾക്ക് കീഴ്പ്പെടാറുണ്ട്, രോഗങ്ങൾ അവരെ മരണത്തിലെത്തിക്കാറുമുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ പരിപാലനത്തെ കൊണ്ട് മാത്രം മാറ്റാവുന്ന ഒരു വിഷയമല്ല അത്. അതിനതീതമായിരിക്കുന്ന മറ്റെന്തോ അർത്ഥതലങ്ങളും കൂടിയും അതിനുണ്ട് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശുചിത്വ പരിപാലനവും അണുനശീകരണവും ഒക്കെ നമുക്ക് വേണ്ടതാണെങ്കിൽ പോലും അത് നിഷേധിക്കുകയല്ല. എങ്കിലും അതെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കും രോഗങ്ങളുണ്ടാവാറുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. അഷ്ടമംഗല്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന തെക്കൻ കേരളത്തിൽ തന്നെ അപൂർവം ജ്യോതിഷികളിൽ ഒരാൾ കൂടിയാണ് എരുവ VC ശ്രീനിവാസപിള്ള. ആലുവ സാവർണി ജ്യോതിഷ വിദ്യാലയത്തിന്റെ കായംകുളം ചാപ്റ്റർ പ്രസിഡന്റ് കൂടിയാണ്. നമസ്കാരം. ഈ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ ശ്രാദ്ധ കൂട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട്. അബ്ദദീക്ഷാദിലോപേന പ്രേതായാത പിശാചത സജനാൻ ബാധമാനസ്ഥേ ചരന്തിരി കലസ്മൃതി. പിതൃക്കളെ ആവാഹിച്ച് ഒരു കൊല്ലം കഴിയുമ്പോൾ ആവാഹിച്ച് സായുജ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് ശ്രാദ്ധ കൂട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട്. ശ്രാദ്ധ കൂട്ടണമെങ്കിൽ ആ പിതൃ മരിച്ച ദിവസത്തെ നക്ഷത്രം, ഇപ്പോൾ ബ്രാഹ്മണർക്കാണെങ്കിൽ അന്നത്തെ തിഥിയാണ് പ്രാധാന്യം, അബ്രാഹ്മണർക്കാണെങ്കിൽ അന്നത്തെ നക്ഷത്രം പ്രാധാന്യമായിട്ടാണ് ആചരിക്കുക. അപ്പോൾ ആ മരിച്ച ദിവസത്തെ നക്ഷത്രത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ മരിച്ച ദിവസത്തെ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ഇന്ന് മരിച്ച ദിവസം കഴിഞ്ഞാൽ അന്ന് തന്നെ ആ നക്ഷത്രത്തിൽ തന്നെ ദഹിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ദിവസം കണക്കാക്കി അതേ നക്ഷത്രം കണക്കാക്കി എല്ലാ കൊല്ലവും ശ്രാദ്ധ കൂട്ടാൻ കഴിയുള്ളൂ. എന്നാൽ മരിച്ച ദിവസം തന്നെ അല്ല നമ്മൾ ശ്രാദ്ധം കൂട്ടുന്നത്. ഇപ്പോഴത്തെ കാലത്ത് മരിച്ച ദിവസത്തിനല്ല ദഹിപ്പിക്കുന്നത് എങ്കിൽ അടുത്ത ദിവസമാണ് ദഹിപ്പിച്ചതെങ്കിൽ ആ ദിവസത്തെ നക്ഷത്രം, ദഹനക്രിയ നടക്കുന്ന ദിവസത്തെ നക്ഷത്രം നോക്കി വേണം ശ്രാദ്ധ കൂട്ടേണ്ടത്. അതെല്ലാ കൊല്ലം ഇപ്പം പൂരത്തിനാണ് മരിച്ചത് എങ്കിൽ ഉത്രത്തിന് അടക്കിയെങ്കിൽ അല്ലെങ്കിൽ ഉത്രത്തിന് ദഹിപ്പിച്ചുവെങ്കിൽ ആ ഉത്ര നക്ഷത്രം കണക്കാക്കി എല്ലാ മാസത്തെയും എല്ലാ കൊല്ലത്തെയും ശ്രാദ്ധ നക്ഷത്രം ഉത്രം കണക്കാക്കി അതേ മാസത്തെ നക്ഷത്രത്തിന് വേണം ശ്രാദ്ധം നമ്മുടെ പിതൃക്ക് വേണ്ടി ചെയ്യേണ്ടത്. എന്നാൽ കർക്കിടക മാസത്തെ കർത്താവിന് ശ്രാദ്ധ കൂട്ടുന്നത് നമ്മുടെ പിതൃക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ പിതൃക്കും നമ്മളുമായിട്ട് ജനിച്ചു കഴിഞ്ഞ് നമുക്ക് ആരോടെല്ലാം ബാധ്യതകൾ ഏതെല്ലാം രീതിയിലുണ്ടോ ആ എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ് കർക്കിടക മാസത്തെ കർത്താവിന് ശ്രാദ്ധ കൂട്ടുന്നത്. നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അവർ മരിച്ച ദിവസം തന്നെ വേണം ശ്രാദ്ധ കൂട്ടേണ്ടത്. പകരം കർക്കിടക മാസത്തെ കർത്താവിന് ജനിക്കുന്നത് ആർക്ക് വേണ്ടി ശ്രാദ്ധ കൂട്ടുന്നു ചോദിച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമല്ല, നമ്മുടെ അച്ഛനും അമ്മയും കൂടാതെ കുടുംബത്തിൽ മരിച്ച ബാക്കിയുള്ള ആൾക്കാരുണ്ടാവും, നമ്മളെ ചെറുപ്രായത്തിൽ വിദ്യാഭ്യാസത്തിന് സഹായിച്ചവരുണ്ടാവും, നമ്മളെ രോഗിയായി ചികിത്സിച്ച ഡോക്ടർ മരിച്ചവരുണ്ടാവും. അപ്പോൾ രോഗം ആയിട്ട് നമ്മളിരുന്ന ഘട്ടത്തിൽ നമ്മളെ ചികിത്സിച്ച ഡോക്ടറും മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയും കൂടി നമ്മൾ സ്മരിച്ചുകൊണ്ട് ശ്രാദ്ധ കൂട്ടണം എന്നാണ്. നമുക്ക് കാറിലൊരു ലിഫ്റ്റ് തന്നു, അയാൾക്കും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്കും വേണ്ടിയും നമ്മൾ ശ്രാദ്ധ കൂട്ടണം. അങ്ങനെ ആരോടെല്ലാം നമുക്ക് കടപ്പാടുകൾ ബാധ്യതകളുണ്ടോ അവർക്കെല്ലാം വേണ്ടി ശ്രാദ്ധ കൂട്ടേണ്ടതാണെന്നാണ് പറയുന്നത്. അതാണ് കർക്കിടക മാസത്തെ കർത്താവൻ. നമ്മുടെ പിതൃക്ക് ശ്രാദ്ധ കൂട്ടുന്നത് മരിച്ച അച്ഛനും അമ്മയും മരിച്ച ദിവസങ്ങളിൽ തന്നെ വേണം ശ്രാദ്ധ കൂട്ടേണ്ടത്. അത് പൊതുവേ എനിക്ക് തോന്നുന്നത് പൊതുവേ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന പല ആൾക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അവർ ചോദിക്കുമ്പോൾ പറയും കർക്കിടക മാസത്തെ കർത്താവിന് ശ്രാദ്ധ കൂട്ടുന്നുണ്ട്, പിന്നെ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അവരവരുടെ അച്ഛനും അമ്മയ്ക്കും ശ്രാദ്ധ കൂട്ടിയ ദിവസങ്ങൾ ആരും സ്മരിക്കാറ് പോലുമില്ല. അത് ആ ദിവസങ്ങളാണ് വേണ്ടവണ്ണം. മരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ മരിച്ച് ദഹിപ്പിക്കുന്നത്. എന്തിനെ ദഹിപ്പിക്കുന്ന ദിവസം ശ്രാദ്ധ കൂട്ടുന്നേ? മരിച്ച ദിവസം പോരെ എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ മരണം പൂർണ്ണമാകുന്നത് 9 പ്രാണൻ വരെ പോയി കഴിഞ്ഞാൽ 10ാമത് പ്രാണൻ ആ ദഹനക്രിയ നടക്കുന്ന ഘട്ടത്തിൽ കുംഭോദക്രിയ നടക്കുമ്പോൾ മാത്രമേ മരണം പൂർണ്ണമാകുന്നുള്ളൂ. ആ മരണം പൂർണ്ണമാകുന്ന ഘട്ടത്തിൽ ആ ധനഞ്ജയ പ്രാണം പുറത്തു പോകുന്ന സമയം മാത്രമാണ് അയാളുടെ മരണം പൂർണ്ണമാകുന്നത്. അതുകൊണ്ടാണ് മരണാനന്തക്രിയ നടക്കുന്ന ദിവസം അല്ലെങ്കിൽ കുംഭോദക്രിയ നടക്കുന്ന ദിവസം തന്നെ വേണം ഈ ആളിൻ്റെ വാർഷികമായ ശ്രാദ്ധം. ആ നക്ഷത്രം കണക്കാക്കിയാണ് ബ്രാഹ്മണർക്കാണെങ്കിൽ ആ ദിവസത്തെ തിഥി നോക്കിയിട്ടാണ് ശ്രാദ്ധം സാധാരണ കൂട്ടുന്നത്.
പിതൃക്കളെ ഒരു കൊല്ലം കഴിഞ്ഞ് വേണ്ടവണ്ണം ശ്രാദ്ധ കൂട്ടിയില്ല എന്നൊരിക്കൽ തനേ വിഹനഞ്ച ആമയാതി. കുട്ടികൾക്ക് ആപത്തുകളും രോഗങ്ങളും വന്നു വീഴും. കുടുംബജനങ്ങൾക്ക് സന്താനങ്ങളിലേക്കും ബന്ധുജനങ്ങളിലേക്കും ഈ ഒരു കൊല്ലം കഴിഞ്ഞ് പ്രേതാവസ്ഥ എന്നുള്ളത് പൈശാചികാവസ്ഥയിലേക്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് സ്വജനാൻ ബാധമാനസ്ഥ എന്ന് പറഞ്ഞാൽ സന്താനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ പിതൃക്കൾ അനിഷ്ടസ്ഥിതിയായി ബാധിക്കുന്നത്. ആ സന്താനങ്ങൾക്ക് രോഗമായിട്ടാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശ്രാദ്ധകർമ്മം ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കർമ്മമാണ് ശ്രാദ്ധം. അതൊരു കാരണവശാലും ഒരു കൊല്ലത്തിൽ ഒരിക്കൽ പോലും നമ്മൾ മുടങ്ങാതെ കൃത്യമായി ആചരിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പലരും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു എന്നൊരു സങ്കല്പത്തിലാണ് ഇന്ന് പലരും ശ്രാദ്ധാദി കർമ്മങ്ങൾ ആചരിക്കാതെ അവരുടെ ആചാരം ഇല്ലാതെ പോകുന്നൊരവസ്ഥ. അത് പാടില്ല എന്നും നമ്മൾ മരിച്ച ദിവസം കണക്കാക്കി തന്നെ ആ ശ്രാദ്ധം എല്ലാ കൊല്ലവും അതേ നക്ഷത്രമോ തിഥിയോ നോക്കിയിട്ട് ചെയ്യേണ്ടതാണെന്നും പറയുന്നു. വിവാഹ വിഷയത്തിൽ പൊരുത്തശോധനയെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. യൗവനയുക്തനായ പുരുഷൻ ധനസമ്പാദ്യം ചെയ്യുന്നതോടൊപ്പം വിവാഹം കഴിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. അതോടൊപ്പം യൗവനയുക്തയായ സ്ത്രീയും വിവാഹം കഴിക്കണം. സ്ത്രീ ഇല്ലാത്തിടത്തോളം കാലം പുരുഷൻ പകുതിയേ ആകുന്നുള്ളൂ, പുരുഷനില്ലാത്തിടത്തോളം കാലം സ്ത്രീയും പകുതിയേ ആകുന്നുള്ളൂ. പകുതിയായ പുരുഷനോ സ്ത്രീക്കോ സന്താനോൽപാദനം നടക്കുന്നില്ല. അതുകൊണ്ട് വിവാഹ വിഷയം ജീവിതത്തിൽ അത്യന്താപേക്ഷിതം തന്നെ. ശാസ്ത്രം അനുശാസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ദാമ്പത്യം എന്ന് പറയുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി, തുടർച്ചയായുള്ള ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിപരമായി നടക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നതോടൊപ്പം അവർക്ക് പൂർണ്ണത കൈവരുന്നു. ഗൃഹസ്ഥാശ്രമത്തിന് വിവാഹം കഴിക്കുന്നവർക്കേ അനുവാദമുള്ളൂ, വിവാഹം കഴിച്ച് ജീവിക്കുന്നവർക്ക് ഗൃഹസ്ഥാശ്രമം അനുവാദമുള്ളൂ എന്നും ശാസ്ത്രം പറയുന്നു. യൗവനയുക്തരായാലും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരെ ഒറ്റ ചിറകുള്ള പക്ഷി അല്ലെങ്കിൽ ഒറ്റ ചക്രമുള്ള വണ്ടി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. രണ്ട് ചിറകിൽ പറക്കണമെങ്കിൽ അവർക്ക് വിവാഹം കഴിച്ചേ മതിയാവൂ എന്നുള്ളതാണ്. പത്നി പരിഗ്രഹം കൊണ്ടേ ധർമ്മമെന്ന പുരുഷാർത്ഥവും അതിലൂടെ അർത്ഥവും അതിലൂടെ കാമവും കൈവരുന്നു. ത്രിവിധ പുരുഷാർത്ഥങ്ങൾക്കും കാരണഭൂതമായിരിക്കുന്നത് പത്നിയാണ്. പൊരുത്തം എന്ന വാക്കിൻ്റെ അർത്ഥം യോജിപ്പ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിന് മേലാപനമെന്നും ഇംഗ്ലീഷിൽ മാച്ചിങ് എന്നും പറയുന്നു. ജാതക ദൃഷ്ടിയാൽ സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടോ, ഇവർക്ക് വിവാഹം കഴിക്കാൻ യോഗമുണ്ടോ, ഇവർക്ക് സന്തോഷപ്രദമായ ജീവിതം കൈവരിക്കാൻ കഴിയുമോ, കാലാന്തരത്തിൽ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് പൊരുത്തശോധന കൊണ്ട് നാം കാണുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകങ്ങളിലെ ലഗ്നരാശി നക്ഷത്രങ്ങളെ അവലംബമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി ഇവർക്ക് തങ്ങളിൽ വിവാഹം കഴിക്കാൻ യോഗമുണ്ടോ എന്ന് ബോധ്യം വരുത്തിയതിന് ശേഷം നടക്കുന്ന വിവാഹങ്ങൾക്ക് കൂടുതൽ ഫലപ്രാധാന്യവും ജീവിത പുരോഗതിയും ഉള്ളതായി നമ്മൾ വിലയിരുത്താറുണ്ട്. ചിലരുടെ ഇടയിൽ പൊരുത്തശോധന കൊണ്ട് പ്രയോജനമില്ല എന്നും ഇതിൽ വിശ്വാസ്യത കുറവാണെന്നും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ വക കാര്യങ്ങളിൽ ജ്യോത്സ്യർ ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതിന് ഫലപ്രാധാന്യം കുറഞ്ഞു പോകുന്നത്. വെറും പാപസാമ്യമായിട്ടും നക്ഷത്രപ്പൊരുത്തം നോക്കലുമായി മാറിയിരിക്കുകയാണ് ഇന്ന് പൊരുത്തശോധന. അതുമാത്രമല്ല, ഒരു ജാതകം സ്ത്രീ പുരുഷ ജാതകങ്ങൾ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അതിൽ യോഗങ്ങളുണ്ടോ, അവർക്ക് ഏഴാം മഠം ഭർത്തൃസ്ഥാനം അല്ലെങ്കിൽ ഭാര്യാസ്ഥാന പുഷ്ടി, ധനസ്ഥാന പുഷ്ടി, അല്ലെങ്കിൽ അവരുടെ ദാമ്പത്യം എങ്ങനെ പോകുമെന്നും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമോ, കർമ്മസ്ഥാന പുഷ്ടിയുണ്ടോ, ജീവിത പുരോഗതി കൈവരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള സ്ഥിതിഗതികൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ പൊരുത്തങ്ങൾ നോക്കി കൂടി നമ്മൾ പൊരുത്തശോധന നടത്തുന്നത് വളരെ നന്നായിരിക്കും. ജ്യോതിഷശാസ്ത്രത്തിൽ പറയുന്നു, ഒരു സമവാക്യം പോലെ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ. ജന്മാന്തരത്തിൽ നാം ചെയ്തതായിരിക്കുന്ന പാപ കർമ്മഫലങ്ങളാണ് ഇഹജന്മത്തിൽ രോഗങ്ങളായി പരിണമിക്കുന്നത് എന്നും
അതുകൊണ്ട് തന്നെ നമ്മൾ ജന്മാന്തരത്തിലുള്ള നമ്മുടെ പാപകർമ്മങ്ങൾ ഈ ജന്മത്തിൽ ആവർത്തിക്കാതിരിക്കാനും അതുവഴി രോഗവിമുക്തമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികമായ ഋഷിവര്യന്മാർ 3 കാര്യങ്ങൾക്ക് പ്രധാനമായും പ്രാധാന്യം കൊടുത്തത്. 1 ആരോഗ്യം, 2 അഭ്യാസം, 3 ഉപാസന. ഈ 3 കാര്യങ്ങൾക്ക് പഴയ ആളുകൾ ഇത്രയും പ്രാധാന്യം കൊടുത്തത് ഈ സമവാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിയും കൊണ്ടുമാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കാനാണ് ആ പൗരാണിക ആചാര്യന്മാർ വിവിധങ്ങളായ യോഗാസന മുറകളും സൂര്യ നമസ്കാരം പോലുള്ള ശരീരത്തെ മുഴുവൻ ഉത്തേജിപ്പിക്കുന്ന പദ്ധതികളും ഉണ്ടാക്കി വച്ചത്. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനത്തിനാണ് നമുക്ക് കർക്കിടക മാസം പോലുള്ള കാലഘട്ടത്തിൽ ഔഷധ ചികിത്സകളും അതുപോലെ തന്നെ മാനസിക തലത്തിലുള്ള ശാന്തതയ്ക്കാണ് രാമായണ പാരായണം മുതലായിരിക്കുന്ന പദ്ധതികളും. ഇതര സമുദായത്തിൽപ്പെട്ടവർക്കാണെങ്കിൽ ഈ സമയം ജീവിതത്തിൻ്റെ ഒരു വ്രതശുദ്ധിയോടുകൂടി നയിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ്. ഒപ്പം രണ്ടാമതാണ് അഭ്യാസം. അഭ്യാസം പഴയ ആളുകളെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിലുള്ള അഭ്യാസം അനുഷ്ഠിച്ചിരുന്നു. പഴയ കളരികളായിട്ടും യോഗമുറകളായിട്ടും ചില അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ ചില അഭ്യാസങ്ങൾക്കും യോഗമുറകൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വ്യായാമത്തിലെ രാജാവാണത്രേ നടത്തം. അപ്പം നടക്കുക എന്നുള്ളതും നമ്മുടെ രോഗത്തിൻ്റേതായിരിക്കുന്ന നിവാരണത്തിന് അനിവാര്യമാണത്രേ. 3ാമത് പറഞ്ഞ കാര്യമാണ് ഉപാസന. എന്താണ് ഉപാസന? നാം ആസനെ, നമ്മൾ എന്തിലെങ്കിലും ഒരു ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ആദർശത്തെ മുറുകി പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉപാസനയിലൂടെ അർത്ഥമാക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഒരു ആദർശശാലി 1000 തെറ്റുകൾ ചെയ്യുമ്പോൾ ഒരു ആദർശശൂന്യൻ 50,000 തെറ്റുകൾ ചെയ്യുമെന്നാണ്. അപ്പോൾ ഒരു കൃത്യമായ ഉപാസനാ പദ്ധതിയിലൂടെ, കൃത്യമായ ആരോഗ്യ പരിപാലനത്തിലൂടെ, കൃത്യമായ അഭ്യാസമുറകളിലൂടെ, കൃത്യമായ നാമജപങ്ങളോടെ നമ്മുടെ ഇഹജന്മ പരജന്മ കർമ്മകാണ്ഡത്തിലെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ആരോഗ്യവാന്മാരായി ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ജ്യോതിഷം അനുശാസിക്കുന്നതായിരിക്കുന്ന ചികിത്സാ രീതി. സംപ്രേര്യമാണസ്ത അവശ്യശരീരി പ്രസംഗദേവേന ശുഭാശുഭേന ജ്യോതിർവിധ സന്നിധിമേതി യസ്മാൽ പ്രശ്നോഹിതോ ജന്മസ്വഫലേഷു. ഒരു ദൈവജ്ഞനടുത്ത് ഒരു ദേവപ്രശ്നം അല്ലെങ്കിൽ ഒരു അഷ്ടമംഗല പ്രശ്നം വെക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദൈവജ്ഞനടുത്ത് എത്തുന്ന സമയത്തിന് വലിയ പ്രാധാന്യമാണ്. ആ സമയത്തിൻ്റെ ഗുണദോഷങ്ങൾ അന്വേഷിച്ചിട്ടാണ് ഒരു ദൈവജ്ഞൻ അതിൻ്റെ ഭൂത വിഷയങ്ങൾ മുഴുവൻ പറയുന്നത്. അപ്പോൾ സംപ്രേര്യമാണ്, അത് ഈശ്വരപ്രേരണയാൽ ഉണ്ടാകുന്നതാണ്. സംപ്രേര്യമാണസ്ത അവശ്യശരീരി, ഒരു വശവുമല്ലാതെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ദൈവജ്ഞന്മാരെ സമീപിക്കുന്നത്. പ്രസംഗി ദൈവേന, ദൈവത്താൽ പ്രേരണയുണ്ടായിട്ടാണ് ഒരു ദൈവജ്ഞനടുത്ത് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുന്ന സമയത്ത് ശുഭവും അശുഭവുമായുള്ള വിഷയങ്ങളെല്ലാം അറിയുന്നതിനായിക്കൊണ്ടാണ് ഈ ദൈവജ്ഞനടുത്ത് എത്തിച്ചേരുന്നത്. ആ സമയത്ത് ദൈവജ്ഞൻ തൻ്റെ ആ സമയം, അതിൻ്റെ ദേശം, ദൈവജ്ഞേന സമാഹിതേന സമയം, ദേശം, ആ സമയത്തെ ഗുണദോഷങ്ങളും ആ ദേശത്തിൻ്റെ സ്വഭാവം, ഒരു ദേശം ഏത് ദേശത്ത് വെച്ചാണ് പ്രശ്നം വിളിച്ചത്, ഏത് സമയത്താണ് പ്രശ്നം വിളിച്ചത് എന്നുള്ളത് കണക്കാക്കിയിട്ട് ദൈവജ്ഞൻ അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ഫലനിരൂപണങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചിട്ട് ആ ദൈവജ്ഞൻ ആ സമയത്ത് എവിടെയാണ് സ്പർശിച്ചത്, എങ്ങനെയായിരുന്നു അയാളുടെ നോട്ടം, ആ ദൂതൻ എങ്ങനെയായിരുന്നു നോക്കിയത്, എവിടെയാണ് സ്പർശിച്ചത്, ആ സമയത്ത് ദൈവജ്ഞൻ്റെ ശ്വാസഗതി എങ്ങനെയിരുന്നു. അപ്പോൾ അങ്ങനെ സകല കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വേണം പിന്നീട് പ്രശ്നം അഷ്ടമംഗല പ്രശ്നം അവിടെ ചെന്ന് ദൈവജ്ഞൻ വെക്കേണ്ടത്. പ്രശ്നം വിളിക്കാൻ വരുന്ന സമയത്തിനാണ് വലിയ പ്രാധാന്യം. ഒരു കുട്ടി ജനിക്കുമ്പോൾ
കുട്ടിയുടെ ആധാന ലഗ്നം എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ ആധാന ലഗ്നം എന്ന് പറയുന്നത് ഈ കുട്ടി പ്രസവിക്കുന്ന സമയത്തിനുള്ളതിലുപരി ദൂത ദൈവജ്ഞ സംവാദ സമയം ഒരു കുട്ടി ജനിക്കുന്ന പോലെ തന്നെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ ചിന്തിച്ച് ഫലം പിന്നീട് ദൈവജ്ഞൻ പറയുന്നതാണ് ഒരു അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ പ്രാരംഭം. അപ്പോൾ ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശ സ്വവായർ ദശ സൃഷ്ടസ്പർശനം ആശ്രിതഹരിതവും പ്രശ്നാക്ഷരാണി. അപ്പോൾ എന്താണ്, ഏത് രാശിയിലാണ് ദൂതൻ നിന്ന് പറഞ്ഞത്, അത് ഒക്കെ ദൈവജ്ഞൻ കുറിച്ച് വെച്ചേക്കണം. ഹരിത്ത് എന്ന് പറഞ്ഞാൽ ഏത് ദിക്കിൽ നിന്നിട്ടാണ് പറഞ്ഞത്. പ്രശ്നാക്ഷരാണി, അന്ന് എന്താണ് ഈ ദൂതൻ ദൈവജ്ഞനോട് പറഞ്ഞത്. പ്രശ്നാക്ഷരാണി സ്ഥിതി, ആ സമയത്തെ ദൂതൻ്റെ സ്ഥിതി എന്തായിരുന്നു, ചേഷ്ട, എന്തെങ്കിലും ചേഷ്ടകൾ കാണിച്ചു. ഭാവം, ആ സമയത്ത് ദൂതൻ്റെ ഭാവം എന്തായിരുന്നു. വിലോകനം, എങ്ങോട്ട് നോക്കിയാണ് വിവരം പറഞ്ഞത്. വസനം, ഏത് വേഷമായിരുന്നു അയാൾ ധരിച്ചിരുന്നത്. അന്വേഷിച്ച തൽക്കാലം, ആ സമയത്ത് മറ്റെന്തെങ്കിലും താൽക്കാലിക ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ഇതാണ് പ്രശ്ച എന്ന് പറയുന്ന വിഷയം. ആ പ്രശ്ചയെ ബേസ് ചെയ്തിട്ടാണ് ഈ ദൂത ദൈവജ്ഞ സംവാദ സമയത്തെ ഗുണദോഷം ഒരു കുട്ടിയുടെ ജാതകഫലം പോലെ ഇവിടുത്തെ വിഷയങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവജ്ഞേന സമാഹിതേന സമയോ ദേശ സ്വവായർ ദശ സൃഷ്ടസ്പർശനം ആശ്രിതഹരിതു പ്രശ്നാക്ഷരാണി സ്ഥിതിചേഷ്ടാഭാവ വിലോകന വസനാദന്യച്ച് തൽക്കാലം തതേതത് ഞേമിഹി വക്തും ഫലം. അതാണ് പ്രശ്ച എന്ന് പറയുന്നത്. അങ്ങനെ ആ പ്രശ്ച എന്ന് പറയുന്നൊരു വിഷയം കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ദൂതൻ ഇത് ചെയ്യുന്ന സമയത്ത്, ഈ പ്രശ്നയ്ക്ക് വന്ന സമയത്ത് പ്രാകൃതം കാഴ്ചവെച്ചിട്ട് വേണം വിവരം പറയേണ്ടതെന്നൊക്കെയുണ്ട്. പ്രാകൃതം കാഴ്ചവെക്കുന്നതിനും ഫലനിരൂപണങ്ങളുണ്ട്. പ്രാകൃതം എന്ന് പറയുന്നത് എന്തെങ്കിലും കാഴ്ചദ്രവ്യം വെച്ചതിന് ശേഷം മാത്രമേ വിവരം പറയാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. ഇതൊന്നും നേരത്തെ പറഞ്ഞ് അറിഞ്ഞ് ചെയ്യുന്ന വിഷയങ്ങളല്ല. ആ സമയത്ത് ദൂതന് തോന്നി വരുന്നത് എങ്ങനെയാണോ, ആ സമയത്ത് ദൂതൻ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ആ ദൂതൻ പറയുക. എന്താണോ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുക. എന്താണോ ദാനം നൽകാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുക. ഇതൊന്നും മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട വിഷയങ്ങളല്ല. അങ്ങനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദൈവജ്ഞൻ പിന്നീട് ഫലങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രശ്ച എന്നൊരു വിഷയം ഉണ്ടായാൽ പിന്നെ ദൈവജ്ഞൻ യാത്ര പുറപ്പെടുന്ന വിഷയമാണ്. അപ്പോൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് എന്തെങ്കിലും ശകുനാദി വിഷയങ്ങളുണ്ടോ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ദൈവജ്ഞൻ കണ്ടെത്തി അതും ഫലനിരൂപണത്തിനായിട്ട് കണക്കാക്കിക്കൊള്ളാം. മാർഗത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായോ, മന്ദിരഗതി, ആ ദേവസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിലേക്കോ കയറിയ സമയത്ത് എന്തെങ്കിലും നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. മന്ദിരഗതി പ്രശ്നക്രിയാസംഭവം, പ്രശ്നക്രിയാസംഭവത്തിൽ നമ്മുടെ പ്രശ്നാനുഷ്ഠാന സംഭാരങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് കുട്ടിയോട് ഏതെങ്കിലും ഒരു സാധനം എടുത്ത് മാറ്റിവെക്കാൻ പറയുമ്പോൾ ആ മാറ്റിവെക്കുന്ന സാധനം എന്താണോ അത് പ്രഥമാനീതം എന്ന് പറയുന്നൊരു വിഷയമാണ്.